വിനീഷ്, നമ്മളിപ്പോൾ ഉള്ളതാ നമ്മുടെ ഒപ്പം നടനും സംവിധായകനുമൊക്കെയായ സന്തോഷ് പണ്ഡിറ്റ് ചേരുന്നുണ്ട്. അങ്ങിവിടെ വന്നിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ വളരെ ദയനീയമായ വളരെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ടി വിയിലോ ഇതിലോ കാണുന്നതിനെക്കാട്ടും ദയനീയമാണ്. അല്ല, നേരത്തെ കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട്. ഞാൻ ശരിക്കും അറിയാലോ, നമ്മൾ പരമാവധി ആളുകളെ കിട്ടുന്നതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നും ഈ ചൂരൽമല ഈ ഏരിയയിലൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഏരിയ തന്നെയാണ്. ഈ മുണ്ടക്കൈ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് സംഭവിച്ച അന്ന് തന്നെ പലരും വിളിച്ചിരുന്നു. ചിലരൊക്കെ റെസ്പോണ്ട് ചെയ്തു, ചിലർ പറഞ്ഞു വീട്ടിലെ പല ആളുകളും മരിച്ചിട്ടുണ്ട്, അല്ല ചിലരൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കത് കൃത്യത ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് തന്നെ വരണം എന്ന് വിചാരിച്ചെങ്കിലും ഇവിടെ ഈ ഡെഡ് ബോഡി എടുക്കുക, അവരെ സുരക്ഷേൻ്റെ അവരന്ന് പാലം കെട്ടുന്നു, ഇതിൻ്റെ ഇടയിൽ നമ്മളും കൂടെ വന്നിട്ടൊരു ഇതുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി. പിന്നെ ഞാൻ ഓരോ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഇപ്പോഴാണ് കൃത്യമായിട്ട് ഞാൻ അന്ന് വിളിച്ചാൽ കിട്ടാത്ത പല ആൾക്കാരും എനിക്ക് ഇന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഭൂരിഭാഗം വിളിച്ച എല്ലാവരും എന്നോട് പറയുന്നത് ഏതെങ്കിലും ഒരാളെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് വീട്ടിലാരെങ്കിലും മരിച്ചിട്ടുണ്ട്, ചിലർ ഇവിടെ ആയിരുന്നില്ല, അവർ ജോലി ചെയ്യുന്ന പുറത്താണ്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അല്ല, അവരെന്തുകൊണ്ട് ബാക്കിയായി എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ പ്രദേശത്തെ 20% ആളുകളെ ബാക്കിയുള്ളൂ. ഇതാണ് സത്യം. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കി എല്ലാവരും എഫക്റ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നേരിട്ട് തന്നെ എന്തെങ്കിലും ചില കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാം അല്ല ഞാൻ വിചാരിച്ചു. തീർച്ചയായിട്ടും സർക്കാർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു തകർന്നൊരു വീടാണെങ്കിൽ അല്ലേ, നമുക്കവിടെ ഷീറ്റോ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടി അവർക്ക് ഒരു വേറെ വീട് ഉണ്ടാക്കുന്നവരൊരു മനുഷ്യൻ ജീവിക്കണമല്ലോ, അല്ലെങ്കിൽ വാടക വീട്ടിൽ അല്ലേ, ഞാൻ പറഞ്ഞു ശരിയല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ചെയ്യാം എന്നതാണ്. ക്യാമ്പിൽ നിന്ന് മാറുമ്പോൾ അവർക്കൊരു വീട് ഒരുക്കി കൊടുത്താൽ, അങ്ങനെ ഒരുക്കി കൊടുത്താൽ വലിയ കാര്യമായിരിക്കാം. അത് ഒരു വീടെങ്കിൽ ഒരു വീട് അല്ലേ. യെസ്, അത് ഞാൻ പറയുന്നത്. ഇപ്പോൾ വീണ്ടും ഞാൻ ആ ക്യാമ്പിലേക്ക് നോക്കി. അപ്പോൾ ക്യാമ്പിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഭംഗിയായിട്ട് കാര്യങ്ങൾ പോകുന്നു. അല്ല, ഭക്ഷണമൊക്കെ ഇന്ന് വരെ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ. ബാക്കിയെല്ലാം അവരുടെ പ്രൈവസി എല്ലാം നോക്കിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ പാസ്സൊക്കെ കൊടുത്തിട്ട് ആൾക്കാരെ വിടുന്നുള്ള നല്ല കാര്യമാണ്, അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ഈ നിങ്ങൾ പറഞ്ഞതുപോലെ ക്യാമ്പിൽ നിന്ന് നമ്മൾ വരികയും എന്നിട്ട് തിരിച്ച് നമ്മൾ അവിടെ എത്തുകയും ചെയ്യുന്നത് മുതലാണ് അവർ. കാരണം ഇന്ന് കാണുന്ന അല്ല, ഒരുപാട് പേര് ഇന്നൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നല്ല മനസ്സാണ്. അത് ചൂണ്ടിക്കാട്ടെ ശരി. ഇന്നലെ നമ്മൾ ഇക്കാര്യം മന്ത്രിമാരോടും ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാൻ സാധിച്ച വീട് ഒരുക്കി കൊടുക്കും, ഇവരോടുകൂടി തന്നെ ചോദിച്ചിട്ട ശേഷമേ ഇവരുടെ പുനരധിവാസം ഉറപ്പാക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഒരു പക്ഷേ താമസിക്കാൻ സാധ്യമല്ല. അപ്പോൾ മറ്റൊരിടം ഇപ്പോൾ ഇവരോട് കൂടി ചോദിച്ചിട്ട് ഇവരുടെ അഭിപ്രായം കൂടെ കണക്കെടുത്ത ശേഷമായിരിക്കും ഇവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത്. അങ്ങ് ചൂണ്ടിക്കാട്ടിയ വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ നമ്മുടെ കൂടെയുള്ള റിപ്പോർട്ടർ കൂടിയാണ് വിജിൻ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ ഈ ഭക്ഷണം ഒന്നും വേണമെന്ന് ചോദിക്കുന്നു. നിരവധി സന്നദ്ധ പ്രവർത്തകർ കേരളം ഒറ്റ മനസ്സോടെ നിൽക്കുന്ന വലിയൊരു മാതൃകയല്ലേ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾക്ക് 2018 നമ്മൾ ഈ മാതൃക കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയിലൂടെയും ഇല്ലേ, പൊട്ടിക്കിടക്കുന്ന വീട് കുത്തി തുറന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റുക എന്നുപോലുള്ള ചില കലാപരിപാടികൾ ഇതിൻ്റെ ഇടയിലൂടെ നടക്കുന്നുണ്ട്. തീരെ മനുഷ്യത്വം ഇല്ലാത്തതിൻ്റെ ഒരു ഇതല്ലേ, അത്രയല്ലേ പറയാനുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ഔദ്യോഗിക പരാതി കിട്ടി അന്വേഷിക്കുന്ന കളക്ടർ പറഞ്ഞിട്ടുമുണ്ട്, സർക്കാരും മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ മേഖലയിൽ അങ്ങ് സന്ദർശിക്കുന്നു. തീർച്ചയായിട്ടും ആളുകൾക്ക് ആശ്വാസം പറയുന്ന പ്രവർത്തനമായിട്ട് തുടർന്നു പോകും. വളരെ ചെറിയ കാര്യം ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കുള്ള വരുമാനമൊക്കെ നമുക്കുള്ളൂ. ഇപ്പോൾ അങ്ങേ മാത്രമല്ല, ഇപ്പോൾ സ്കൂൾ ഒരു ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ ഒരു അംഗനവാടി കുട്ടി തൻ്റെ കളിപ്പാട്ടവും തൻ്റെ കുടുക്കയും കൊടുത്ത്, അപ്പോൾ ആരെയും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ. അത് ഇപ്പം അങ്ങനെ കൂടുതലും നോക്കുന്നത് ക്യാമ്പിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകൾക്ക് ചെറിയ കാര്യങ്ങളായാലും അവർക്ക് എന്തെങ്കിലും, കാരണം ഒരു വീടൊക്കെ എത്താൻ സമയം എടുക്കുമല്ലോ. നമ്മളിപ്പോൾ 2 ദിവസം കൊണ്ട് പലരും വീടിനാക്കി കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്, സർക്കാരും ചെയ്യുന്ന നിൽക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു മനുഷ്യനാണല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ ഒരു കാര്യം കൂടെ പറയുവാണ്. അങ്ങ് ചെയ്യുന്ന ജീവാരണ്യ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളും വാർത്തയിൽ കൂടെ നമുക്കും അറിയാവുന്നതാണ്. അത് തുടരട്ടെ, ആ കാര്യങ്ങൾ ഇവിടെയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നമുക്ക് ഒരുമിച്ച് നീങ്ങാം.